കോഴിക്കോട് നടുവണ്ണൂർ അവിടനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം. UDSF പ്രവർത്തകരും SFI പ്രവർത്തകരും ഏറ്റുമുട്ടി. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ബെൻസൺ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബെൻസൺ, എപ്പോഴാണ് ഈ സംഘർഷമുണ്ടായത്? കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വല്ലതും അവിടെ ഉണ്ടായിട്ടുണ്ടോ? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നടുവണ്ണൂർ അവിടനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അത് രണ്ടിടങ്ങളിലായിട്ടാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് നടുവണ്ണൂർ നഗരത്തിലും അതോടൊപ്പം തന്നെ കൂട്ടാലിട, ഈ രണ്ടിടങ്ങളിലുമാണ് ഈ വിജയാഹ്ലാദത്തിനിടെ സംഘർഷങ്ങൾ ഉണ്ടായത്. ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 100-ലധികം ആളുകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത്. തുടർന്ന് UDSFന്റെ നേതൃത്വത്തിലും SFI പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നഗരത്തിലേക്ക് പ്രകടനമായി എത്തുന്നു. ഈ പ്രകടനത്തിനിടെ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇരു വിഭാഗം പാർട്ടികളുടെയും പ്രാദേശികമായിട്ടുള്ള മുതിർന്ന പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവർ ഇടപെട്ട് ഈ വിദ്യാർത്ഥി സംഘർഷം അയവുവരുത്താൻ ശ്രമം നടത്തിയെങ്കിലും അത് ഫലവത്തായില്ല. തുടർന്ന് പോലീസ് ഇടപെടുന്നു, പോലീസ് ലാത്തി വീശുന്നു. ഇതിനിടെ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരും മറ്റ് നാട്ടുകാരും ചേർന്ന് പോലീസിനെതിരെയും പോലീസിനെതിരെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ലധികം ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കൊന്നും കാര്യമായി തന്നെ പരിക്കേറ്റതായി വിവരമില്ല. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 100-ലധികം ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 2 പരാതികളായിട്ടാണ് അല്ലെങ്കിൽ 2 കേസുകളായിട്ടാണ് ഈ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി പത്മ. ബെൻസൺ ബാബു, കോഴിക്കോട് നിന്ന്.